ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിൻ രേവതിയും ആദിയെയും കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ചന്ദ്ര ആകെ ദേഷ്യത്തിലാണ്. ചന്ദ്ര ആദിയെ കാണുമ്പോൾ ആദിയാണെങ്കിൽ സച്ചിയുടെ തോളിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ആദിയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ അലവലാതി പിള്ളേരൊക്കെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, എന്തിനാ ഇവനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വല്ലാത്ത ഒരു രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പം സച്ചിൻ രേവതിയൊക്കെ പറയുന്നുണ്ട്, അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇത് എന്തായാലും ഒരു മനുഷ്യക്കുഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് റൂമിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിൽക്കുമ്പോൾ ഈ ഒരു കാഴ്ച കാണുന്നത്. ആദ്യം കണ്ട് ഞെട്ടി അവിടെ ആ ഡോറിൻ്റെ മറവിൽ അങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ്. ഇവരെന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം പറയുന്നുണ്ട്, ഞങ്ങൾ പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരാൾക്കൂട്ടം കണ്ടു. അങ്ങനെ ആ ആൾക്കൂട്ടത്തിൽ ചെന്ന് നോക്കിയപ്പോൾ ആദിയുടെ അമ്മൂമ്മ തല കറങ്ങി കിടക്കുകയായിരുന്നു. പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി. ആദി അവിടെ നിർത്താൻ പറ്റിയില്ല. ഇപ്പോഴും അവർക്ക് ബോധം വന്നിട്ടില്ല. 24 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ. ഒരു പക്ഷേ അവർ കോമ സ്റ്റേജിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോൾ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് നമ്മുടെ ശ്രുതി. അവളുടെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരൊഴുകുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര പറയാണ്, നിങ്ങൾ ഈ ലോകത്തുള്ള ആൾക്കാരെ മുഴുവനും സഹായിക്കാൻ നടക്കുകയാണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഇവർ നിങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് തലകറങ്ങി വീണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്, ഈ നശിച്ച കൂട്ടങ്ങൾ ഇവിടേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു തെരുവിൽ നടക്കുന്ന ആൾക്കാരെ പോലെയാണ് അവർ ആ അമ്മയെയും ഈ കുട്ടിയെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ആക്ഷേപിക്കുകയാണ്. അപ്പം അതൊക്കെ കേട്ട് ശ്രുതിക്ക് സഹിക്കാനാകുന്നില്ല. തൻ്റെ കുഞ്ഞിനെയും അമ്മയെയൊക്കെ പറ്റിയാണ് ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് രേവതി, അമ്മ അങ്ങനെയൊന്നും പറയില്ല, എത്രയായാലും കുഞ്ഞല്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇവരുടെ അമ്മ ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അവർക്ക് ഇതൊന്നും സഹിക്കാൻ കൂടി പറ്റില്ല എന്ന് രേവതി ആ സമയത്ത് പറയുന്നുണ്ട്. അങ്ങനെ രേവതി സച്ചിയും നമ്മുടെ ചന്ദ്രയെ എതിർത്ത് സംസാരിച്ചു കൊണ്ട് തന്നെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് കുഞ്ഞിനെ കിടത്താൻ വേണ്ടിയിട്ട്. ഇവരെന്തായാലും ഇവിടെ നിൽക്കട്ടെ, അമ്മമ്മയ്ക്ക് ബോധം തെളിയുമ്പോൾ അവൻ അവിടെ കൊണ്ടുവന്നാക്കാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയാണ്, ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ ആരെ കൊണ്ടുവരണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ആ ആധാരം കൊണ്ട് എടുത്തുകൊണ്ട് വന്നേ എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര ഞെട്ടുന്നുണ്ട്. അപ്പം ചന്ദ്ര പറയാണ്, എന്തിനാ ഇപ്പോൾ ആധാരം എടുത്തുകൊണ്ട് വരണതെന്ന് ചോദിക്കുമ്പോൾ, അല്ല നിങ്ങളുടെ പേരിലാണ് വീടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ആരുടെ പേരിലാണ്, അച്ഛൻ്റെയും കൂടിയുള്ള പേരിലുള്ള വീടാണിത്, അപ്പോൾ നിങ്ങളത് എടുത്തുകൊണ്ട് വന്ന് കാണിച്ചു തരണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്, കുട്ടികളോട് പെരുമാറാൻ നിങ്ങൾക്ക് അറിയില്ല, എന്നോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളതെന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാം. എൻ്റെ അച്ഛമ്മയും എൻ്റെ അച്ഛനും പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളത് എൻ്റെ രേവതിയും, ഇവർ 3 പേരാണ് എനിക്ക് ന്യായമായി സംസാരിക്കാനുള്ളത്. അല്ലാതെ നിങ്ങളെന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ പെരുമാറാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് മനുഷ്യത്വം എന്താണെന്ന് അറിയില്ലല്ലോ, അതുപോലെ തന്നെ സ്നേഹം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു നല്ല രീതിയിൽ വഴക്കുണ്ടാക്കിയിട്ട് അങ്ങനെ കുഞ്ഞിന് പാല് എടുക്കാനൊക്കെ പറഞ്ഞ് സച്ചി പോവുകയാണ്. അപ്പോൾ പാലൊക്കെ എടുക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് നമ്മുടെ രേവതി പാല് കാച്ചാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് വീണ്ടും പുറകിലൂടെ ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, നിന്റെ കുഞ്ഞൊന്നുമല്ലല്ലോ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മ എന്ത് വേണേലും അവിടെ ഇരുന്ന് പറഞ്ഞു, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് ഇരുന്ന് അമ്മ എന്ത് വേണേലും സംസാരിച്ചു എന്ന് പറയാണ്. എന്താടി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാനായിട്ട്, എനിക്ക് വല്ല പ്രാന്തും ഉണ്ടോ എന്ന് ചോദിക്കാം. അതെനിക്കറിയില്ല, അമ്മ വേഗം തന്നെ ഒരു ഡോക്ടറെ പോയി കാണിക്കും, എന്നിട്ട് അത് ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞോ എന്ന് രേവതി ചുട്ട മറുപടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും വേണ്ടാതെ അവിടെ ചന്ദ്രന് പോവാണ്. ഇതേ സമയത്താണെങ്കിലും ശ്രുതി തൻ്റെ റൂമിലിരുന്നിട്ട് പൊട്ടിക്കരയുകയാണ്. എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയതാവോ എന്നിങ്ങനെയൊക്കെ വിഷമത്തോടു കൂടി അങ്ങനെ അവിടെ ഇരുന്ന് ആ ഇട്ട വേഷത്താൽ തന്നെ അവിടെ ഇരുന്ന് ഹാൻഡ് ബാഗ് എടുത്ത് വേഗം തോളിലിട്ടിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, മോളെ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാർലറിലേക്ക് പോവുകയാണെന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല അവിടെ പെട്ടെന്നൊരു അർജൻറ്റായിട്ടൊരു വർക്ക് വന്നു, ഞാൻ പോയിട്ട് വരാം ആൻറ്റി എന്ന് പറഞ്ഞിട്ട്, ശരി മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. അപ്പം നമ്മുടെ ശ്രുതിയോടായിട്ടും പറയുന്നുണ്ട്, ദേ ഇവിടെ ആ പയ്യനെ കൊണ്ടുവന്നിട്ടുണ്ട്, ദരിദ്രം പിടിച്ച ആൾക്കാർ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം അമ്മേ എന്ന് വിളിക്കുന്നുണ്ട്, അല്ല ആൻറ്റി എന്ന് വിളിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പം ആ സമയത്ത് എന്ത് പറ്റി മോളെ, ഒന്നുമില്ല, എനിക്ക് സംസാരിച്ച് നിൽക്കാൻ നേരമില്ല, ഞാൻ പാർലറിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി ബാഗൊക്കെ എടുത്ത് നേരെ പാർലറിലേക്ക് എന്നും പറഞ്ഞ് അമ്മയുടെ അരികിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഹോസ്പിറ്റൽ റിസപ്ഷനിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരാൾ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടോ,
അതുപോലെ തന്നെ സച്ചി എന്ന് പറയുന്ന ആളാണ് അഡ്മിറ്റ് ആക്കിയിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ റൂം നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേഗം റൂമിലേക്ക് കയറി ഓടി ചെല്ലുകയാണ്. അവിടെയാണ് എത്തുമ്പോൾ ശ്രുതിയുടെ അമ്മയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം അമ്മയെ എന്ന് പറഞ്ഞ് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. മോള് പേടിക്കേണ്ട, മോൾ എന്തിനാ കരയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന്, അമ്മ ഇങ്ങനെ ഈ നാട്ടിലെത്തി, ഇവിടേക്ക് എന്തിനാ അമ്മ വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നത്. എന്തിനാണ് അമ്മ, ഞാൻ അവിടെ വന്ന അമ്മയെ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ തന്നതല്ല, അമ്മയ്ക്ക് മരുന്ന് കഴിച്ച് അവിടെ അപ്പോൾ അമ്മ എന്തിനും ഇങ്ങോട്ട് വന്നത്, എന്നെ ഒന്ന് വിളിക്കാതെ കൂടി അമ്മ എന്തിനും ഇങ്ങോട്ട് വന്നത്, അതും കറക്റ്റ് ആ സച്ചിയുടെയും രേവതിയുടെയും മുന്നിൽ തന്നെ വന്ന് പെടുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവരാണെങ്കിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്, എനിക്ക് തോന്നിയായിരുന്നു, ഇവിടെ പറഞ്ഞു എന്നോട് സച്ചിയാണെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പം കുഞ്ഞെന്തേ മോളെ എന്ന് ചോദിക്കുകയാണ്. അവരെൻ്റെ വീട്ടിലുണ്ട് എന്ന് നമ്മുടെ ശ്രുതി മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അമ്മ എന്തിനെങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, മോളെ എനിക്ക് തീരെ വയ്യ, എപ്പോഴും മയക്കം തന്നെയാണ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് തലയും കറങ്ങുന്നുണ്ട്, അപ്പോൾ എനിക്ക് തന്നെ അവിടെ നിൽക്കാൻ കഴിയില്ല, അപ്പം ഞാൻ ഇവിടേക്ക് വന്നതാണ്, അപ്പം എന്നെ വിളിക്കായിരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ മൊബൈല് നിലത്ത് വീണ് പൊട്ടി മോളുടെ നമ്പർ എനിക്ക് ഓർമ്മയില്ല, അപ്പം ആ സമയത്താണ്, അതുകൊണ്ടാണ് ഞാൻ മോളോട് വിളിക്കാതെ ഇവിടേക്ക് വന്നത്. പിന്നെ ഒരു ദിവസം ഇങ്ങനെ പല സമയത്തും എനിക്ക് ഓർമ്മകളൊന്നും വരുന്നില്ല, ഞാൻ പല കാര്യങ്ങളും മറന്നു പോവാണ്. അടുപ്പിൽ കറി വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ കിടന്നുറങ്ങി, എനിക്ക് മയക്കം വന്നപ്പോൾ കറി അവിടെ ഇരുന്ന് പുകഞ്ഞ് ആകെ മണക്ക് വന്നപ്പോൾ അപ്പുറത്തുള്ള ചേച്ചിമാർ വന്നിട്ട്, വീട്ടിലെ ചേച്ചിമാർ വന്ന് എന്നെ വിളിച്ചുണർത്തിയപ്പോഴാണ് സത്യത്തിൽ ഞാനത് അറിഞ്ഞത്. അപ്പം എനിക്കെൻ്റെ ഈ കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വിഷമമാവാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുഞ്ഞിന് ആരും ഉണ്ടാവില്ല മോൾ, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അമ്മ എന്തായാലും അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കണം. പെട്ടെന്ന് ഒരു സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട്, ഈ മെഡിസിൻ കൊടുക്കുകയും വേണം, ഇഞ്ചക്ഷൻ്റെ മരുന്ന് വാങ്ങി വരണമെന്ന് പറയും. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ് സിസ്റ്റർ. അപ്പം ഞാൻ ഇതിൻ്റെ റിലേഷനാണെന്ന് പറയുന്നുണ്ട്. അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ പുറത്തേക്ക് പോവാണ്. അപ്പം അമ്മ എന്തായാലും റെസ്റ്റ് എടുക്കാം, അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല മോളെ എനിക്കിപ്പോൾ കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പം അങ്ങനെ അവൾ മരുന്ന് മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയത്താണ് സച്ചിയും രേവതിയും ആദിയും കൂടി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്, അതായത് ഈ റൂമിലേക്ക് വരുന്നത്. അങ്ങനെ അകലിൽ നിന്ന് തന്നെ ശ്രുതി ആ ഒരു കാഴ്ച കാണുന്നു. ശ്രുതി പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടി കയറുകയും ചെയ്യുന്നുണ്ട്. അപ്പം അമ്മയോട് പറയണം, അമ്മേ ഇതേ സച്ചിയും രേവതിയും ആദ്യം കൂടി വരുന്നുണ്ട്, ഞാനിവിടെ മറിഞ്ഞു നിൽക്കാം എന്ന് പറഞ്ഞിട്ട്, ആ ശരി മോളെ എന്ന് പറയണം. അങ്ങനെ അവിടെ ഹോസ്പിറ്റൽ റൂമിൽ തന്നെ അവളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ് ശ്രുതി. അപ്പോൾ അമ്മയ്ക്ക് ബോധം തെളിഞ്ഞ ഉടനെ തന്നെ റിസപ്ഷനിൽ നിന്നും സച്ചിയെയും രേവതിയെയും വിളിച്ചറിയിച്ചത് കൊണ്ടാണ് ആദ്യം കൂട്ടി അവർ വരുന്നത്. അപ്പോൾ അങ്ങനെ റൂമിലേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതി ഇപ്പോൾ കുഴപ്പമില്ല മോളെ എന്ന് പറയാണ്. അപ്പോൾ റിസപ്ഷനിൽ നിന്ന് നിങ്ങളാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതിയും സച്ചിയൊക്കെ ചോദിക്കുകയാണ്, അമ്മ എന്തിനാ ഇവിടേക്ക് വന്നത്, അമ്മയുടെ മോളുടെ നമ്പർ പറയും, ഞങ്ങൾ വിളിച്ചറിയിക്കാം എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ എനിക്കതൊന്നും അറിയില്ല. അപ്പോൾ ഒരു തപ്പിപ്പഴയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് രേവതി. അപ്പോൾ പിന്നെ പറയാണ്, അതെന്താ എന്നാൽ വേറെ ആരെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ പറയും, ഞങ്ങൾ വിളിച്ചറിയിക്കാം. അമ്മയുടെ മോളുടെ കല്യാണം ആവാറായി എന്ന് പറഞ്ഞതല്ലേ, കല്യാണം എന്നാൽ അവരുടെ നമ്പർ ആരെങ്കിലും തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല, കല്യാണം കഴിഞ്ഞില്ല, അത് കുറച്ച് നീണ്ടുപോയി, കല്യാണം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ശ്രുതിയുടെ അമ്മ നുണ പറയുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പം അമ്മ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ, മോളെ കാണാനല്ലേ വന്നത് എന്ന് പറയാണ്. അപ്പം അതെ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത്. അപ്പം മോള് എവിടെയാണ് താമസിക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയില്ല, എന്നാൽ ആ സ്ഥലമെങ്കിലും പറഞ്ഞതായോ എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ ശ്രുതിയുടെ അമ്മ ആകെ പെട്ട രീതിയിലാവാണ്. അപ്പോൾ പറയാണ്, മോള് ഇവിടെ ഇല്ല, അവൾ ഇന്ന് രാവിലെ ദുബായിലേക്ക് ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടി ദുബായിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട് ശ്രുതിയുടെ അമ്മ. ഇത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്, ഫോൺ കംപ്ലൈൻ്റ് ആയ കാരണം മോളെ വിളിച്ച് ചോദിക്കാനും പറ്റിയില്ല, പിന്നെ ഓർമ്മയില്ല, നമ്പറൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയാണ്, ഇപ്പം മൊബൈലുള്ള കാരണം എല്ലാവരുടെയും നമ്പർ അതിലല്ലേ, മൊബൈൽ കേടായ നമ്പറും പോയി ഒക്കെ പോയി. അപ്പോൾ രേവതി പറയണം, ഇങ്ങനെ അത്യാവശ്യമുള്ള നമ്പറൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കടലാസിൽ എഴുതി പിടിക്കണ്ടേ അമ്മ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം എന്തായാലും ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല മോനെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇവിടെ നിന്ന് ഞാൻ എന്തായാലും വീട്ടിലോട്ട് തന്നെ പോകാം എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ശ്രുതി അവിടെ നിന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മയുടെ ഈ തപ്പിപ്പഴയും അതുപോലെ തന്നെ ആദിയോട് ചോദിക്കുമ്പോഴുള്ള ആദിയുടെ ചില മറച്ചു വെക്കലും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ രേവതിക്ക് പല സംശയത്തിനും ഇടവരുന്നുണ്ട്. രേവതി ആയ ഒരു കാര്യം പുറത്തിറങ്ങിയതിന് ശേഷം സച്ചിയോട് ആ ഒരു കാര്യത്തെ പറ്റി പറയുകയും ചെയ്യുകയാണ്. ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കേൾക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്